പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ കോട്ടക്കുന്നിലാണ്. ഇവിടെ പ്രഭാത സഫാരിക്കായി നിരവധി ആൾക്കാർ വരുന്നുണ്ട്. ഒപ്പം തന്നെ എന്നോടൊപ്പം CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, എങ്ങനെയുണ്ട്? അവസാനഘട്ട പ്രചരണത്തിലേക്കൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ കടക്കുകയാണ്. ഇനി ഏകദേശം ഒരു 3-4 ദിവസം കൂടി മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. എങ്ങനെയാണ് മലപ്പുറത്തെയും പൊന്നാനിയിലെ ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഇനിയിപ്പോ 2 ദിവസം മാത്രമേ ഈ കാടടച്ചുള്ള പ്രചാരണത്തിന് സമയമുള്ളൂ. 3-ാം ദിവസം ആകുമ്പോൾ കുട്ടിക്കലാശമായി, പിന്നെ നിശബ്ദ പ്രചാരണം പോളിംഗ് ബൂത്തിലേക്ക്. മലപ്പുറത്തെയും പൊന്നാനിയിലെയും ചിത്രം നമുക്ക് വലിയ ആശങ്കയ്ക്കൊന്നും അല്ലെങ്കിൽ സസ്പെൻസിനൊന്നും ഇടം നൽകാത്ത രീതിയിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള ദിവസം ഇത് സംഭവിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ അട്ടിമറികളൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അടിയൊഴുക്കുകൾ എന്തൊക്കെയാവുമെന്ന് പറയാൻ കഴിയില്ല. പൊന്നാനിയിൽ അടിയൊഴുക്കുണ്ടായാൽ ഒരുപക്ഷെ കേസ് സംശയിച്ചേക്കാം. മലപ്പുറത്ത് ലീഗിന്റെ ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് തോൽവിക്ക് സമാനമായ സാഹചര്യം ഉണ്ടാക്കിയേക്കാം. എന്താണെങ്കിലും വളരെ തിരക്കുള്ള ദിവസങ്ങളാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിലൂടെയൊക്കെ എത്താനിരിക്കുന്നു. ദേശീയ നേതാക്കൾ കൂടുതലായിട്ട് വരാനിരിക്കുന്നു. ഇനിയുള്ള 3 ദിവസം ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപിടിച്ചുള്ള പ്രചരണമാണ്. അപ്പം ഈ കോണി ഇങ്ങനെ നൂന്ന് തന്നെ നിൽക്കുമോ, അതോ മറിഞ്ഞിങ്ങനെ വീഴാനുള്ള സാധ്യതയുണ്ട്? കാരണം മന്ത്രി MP രാജേഷ് അടക്കമുള്ളവരൊക്കെ നമ്മോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്, 2004 ആവർത്തിക്കുമെന്ന്. അല്ല, LDF എല്ലാ തവണയും പ്രതീക്ഷ വെക്കുന്നതാണ്. LDFന്റെ പ്രതീക്ഷകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ കോണി ഇതുവരെ മറിഞ്ഞു വീണത് 2004 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ മറിഞ്ഞു വീഴാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഒന്നാമത് മലപ്പുറത്ത് അത്തരത്തിൽ ഒരു യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുന്ന ഒരു ആശങ്ക നിലവിലുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ എപ്പോഴും സീനിയേഴ്സിനെ മാത്രം പരിഗണിക്കുന്നു, യുവാക്കളെ ഒഴിവാക്കുന്നു എന്നൊരു പരാതി വ്യാപകമായിട്ട് യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്, ലീഗിന്റെ ഭാഗമായിട്ടുള്ളത്. പ്രചരണത്തിലേക്ക് അവരുടെ ഒരു സാന്നിധ്യം താരതമ്യേന കുറവാണ് നമ്മൾ പോകുമ്പോഴൊക്കെ. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനെ അധികം ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തില്ല. കാരണം പാർട്ടി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഇവിടെ അധികം ഉണ്ടാവില്ല. ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൽ അല്പം കുറവ് വന്നേക്കാം, വോട്ടിംഗ് ശതമാനത്തിൽ ലീഗിന് അനുകൂലമായിട്ടുള്ള അല്പം കുറവ് വന്നേക്കാം. പക്ഷെ ഇതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ SDP-യുടെയും ജമാഅത്തിയുടെയും വോട്ടുകൾ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടും. നിലവിൽ രണ്ടിടത്തും അതുകൊണ്ട് തന്നെ തെറ്റില്ലാത്ത രീതിയിൽ ജയിച്ചു പോരാൻ അത് മതിയായിരിക്കും. ഈ മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മത്സരിക്കാനുള്ള ഒരു തീരുമാനം, അതിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാകാം. അത് നമ്മൾ എഡിറ്റോറിയലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ET 3 വട്ടമായി പൊന്നാനി മത്സരിച്ചിരുന്നു. ETക്ക് സ്വാഭാവികം മാറാനുള്ള ഒരു താല്പര്യം ET കാണിച്ചിരുന്നു. 3 വട്ടം മത്സരിച്ച് മത്സരിക്കാൻ വയ്യ. മാത്രമല്ല അവിടെ ETയുമായിട്ട് പ്രാദേശികമായിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ ലീഗിന്റെ നേതാക്കൾക്ക് പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും നടക്കാൻ കഴിയാത്തതിന്റെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അത് പുറത്ത് ലീഗ് പറയില്ല. പക്ഷെ അതൊരു എഡിറ്റോറിയൽ, നമ്മൾക്കത് അറിയുന്നൊരു കാര്യം. അതിന് പകരമായിട്ട് അവർ പറയുന്നത് സ്വന്തം മണ്ഡലത്തിൽ നേതാക്കൾക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. 2 സീനിയർ നേതാക്കളാണ്. അപ്പോൾ ET മലപ്പുറം മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചത്. അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. സമതാനിയാണെങ്കിൽ കോട്ടക്കലിന്റെ ഭാഗമായി, പൊന്നാനിയാണെങ്കിൽ കോട്ടക്കൽ ഉള്ളത്. 2 പേർക്ക് അവരവരുടെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നൊരു കൃത്യമായൊരു ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു ന്യായമാണ് ലീഗ് ഇതിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഏറെക്കുറെ ആ ഒരു തെരഞ്ഞെടുപ്പിന് ആദ്യ സമയത്ത് മാത്രമേ അതൊക്കെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അതൊന്നും വലിയ ചർച്ചയിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും ദേശീയ തലത്തിലുള്ള ഊന്നിയുള്ള പ്രചാരണമാണ് 2 മണ്ഡലത്തിലും നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ UDFന് വലിയ ആശങ്ക നൽകുന്ന സാഹചര്യമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ സമസ്തയുടെ വോട്ടുകൾ ചോരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യുവാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധ സൂചകമായിട്ടെങ്കിലും കുറച്ച് വോട്ടുകൾ മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ മലപ്പുറത്ത് ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ സാനു നേടിയതിനേക്കാൾ വോട്ടുകൾ വസീഫ് നേടും. അത് ലീഗിനെ സംബന്ധിച്ച് വലിയ ഷോക്ക് ഉണ്ടാകും. അത് ഈ തെരഞ്ഞെടുപ്പിലല്ല ഒരുപക്ഷെ പ്രതിഫലിക്കുക, ഇനി വരാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഉണ്ടാകും. എന്നതൊരു ഒരുപക്ഷെ ലീഗിനെ തോൽപ്പിക്കാൻ ഈ ഒരു ഇതിലോട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ നൽകി ഈ പ്രശ്നങ്ങൾ സമസ്തയ്ക്കാണെങ്കിലും യൂത്ത് ലീഗിനാണെങ്കിലും ലീഗ് നേതൃത്വത്തിനെ ഒന്ന് ഡിമാൻഡ് ചെയ്യിക്കാൻ ഒരുപക്ഷെ ഈ ഭൂരിപക്ഷത്തിലെ കുറവ് പോലും സാഹചര്യമായിരിക്കും. അപ്പം ഞാൻ ഇപ്പൊ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുക. അതായത് ഞങ്ങളിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഈ വോട്ടോട്ടോ എന്ന പരിപാടിയുമായിട്ട് ഇങ്ങനെ പുറപ്പെട്ട് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളും ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലെന്താണെന്നുള്ള കാര്യം ചോദിച്ചാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ പൊന്നാനിയിലേക്ക് എത്തുന്നു. പൊന്നാനിയിലേക്ക് നമ്മുടെ വാഹനം ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഒക്കെ തന്നെ ഒരിടത്ത് പോലും സമതാനിയുടെ ഒരു ഫ്ലെക്സ് ബോർഡുകളോ അല്ലെങ്കിൽ കോണിയുടെ ചിഹ്നമോ അങ്ങനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പോലും കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കുകയും ചെയ്തു, നമ്മള് ഇവിടെ ഇലക്ഷനുള്ള സ്ഥലത്തല്ലേ വന്നത്, ഇവിടെ എന്തുകൊണ്ട് എങ്ങനെ ഇല്ലാതെ, അല്ലെങ്കിൽ ആളുകൾ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. അതല്ല,
ഇവിടെ ഈ വഴിവക്കത്തിരുന്ന പോസ്റ്റർ മുഴുവനെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നീക്കിയതാണ്. കാരണം നമ്മൾ തന്നെ ഇന്നലെ നമ്മൾ ഇലക്ഷൻ പൂരത്തിന് വേണ്ടിയിട്ട് ഈ കുറച്ച് ഫ്ലക്സുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പൊന്നാനിക്ക് വേണ്ടി കുറേ ദൂരം യാത്ര ചെയ്തു. എന്നിട്ടാണ് അവർ ഫ്ലക്സ് കണ്ടത്. കാരണം മിക്കവാറും ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ KSEBയുടെ പോസ്റ്റിലോ അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥലുള്ള സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോസ്റ്ററുകളും ഫ്ലക്സൊക്കെ സർക്കാർ നീക്കം ചെയ്യുന്ന, അല്ലാതെ വെക്കാത്തോണ്ടുള്ള പ്രശ്നമില്ല. അതിപ്പോ സമദാനി മാത്രമല്ല, അംസരി ഉണ്ടായിരിക്കില്ല. അതാണ് ഞാൻ വിചാരിച്ചെന്താ അറിയോ, അപ്പം പോസ്റ്റർ പോലും വേണ്ട കോണിക്കൂടെ വോട്ട് കിട്ടാനെന്നുള്ള രീതിയിലാണ് നീക്കം ചെയ്തതാണ്. അത് ഈ സ്ക്വാഡ് ഇപ്പൊ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്ററൊക്കെ ചില സ്ഥലങ്ങളിലൊന്നും വെക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരു പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ പോസ്റ്ററല്ല, ഇപ്പം റോഡ് മുഴുവനെ വാഹനങ്ങളിലുള്ള പ്രചരണമാണല്ലോ. അപ്പോൾ അതിന്റെ ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ പൊന്നാനിയിലൊക്കെ വലിയ പ്രചരണമാണ്. പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ TK ഹംസയിലൂടെ നേടിയ മലപ്പുറത്ത് മഞ്ചേരി ഉണ്ടാകുന്ന അട്ടിമറി KS ഹംസയിലൂടെ പൊന്നാനി ആവർത്തിക്കുന്നതാണ്. പക്ഷെ ഹംസ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷെ സമദാനിയുടെ ഒരു വ്യക്തിപ്രഭാവം വലിയൊരു ഘടകമാണ് അവിടെ. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാത്ത് നിൽക്കുന്നത് സ്ത്രീകളും മുതിർന്ന ആളുകളൊക്കെ അദ്ദേഹം പോകുന്ന വഴി കാത്തു നിൽക്കുകയാണ്. അത് ഒരു സൈനാണ്. അതായത് ഒരു പ്രഭാഷകൻ, പാർലമെന്റേറിയൻ എന്നതിനപ്പുറത്ത് ഒരു പണ്ഡിതൻ പ്രഭാഷകൻ, അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു വ്യക്തിപ്രഭാവം സ്വയം ഉണ്ടാക്കിയ വ്യക്തിയാണ് സമദാനി. അങ്ങനെ സ്വന്തം ക്രെഡിറ്റ് അല്ലെങ്കിൽ സ്വന്തം ലെവലിൽ സമദാനിക്ക് വോട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അത് ഈ പാർട്ടിയിൽ നിന്നും സമസ്തയുടെ അല്ലെങ്കിൽ മറ്റ് അണികളിൽ നിന്നൊക്കെ ചോരുന്ന വോട്ടുകൾ പോലും സ്വന്തം നിലയിൽ അതിനെ മറികടക്കാനുള്ളൊരു സാധ്യത സമദാനിക്ക് ഉണ്ട് എന്നുള്ളതാണ് അവിടെ ലീഗിന്റെ ഒരു വിലയിരുത്തലുള്ളത് തന്നെ. അതൊരു ഘടകമാണ്. ഒരുപക്ഷെ 2014 വി അബ്ദുറഹ്മാൻ നടത്തിയ ഒരു പ്രകടനമുണ്ട്. അതാണ് പൊന്നാനിയിലെ ഇടതുപക്ഷത്തിന് ഏറ്റവും ബെസ്റ്റ് പ്രകടനം പാർലമെന്റിൽ. അതിന് മറികടക്കുന്ന തരത്തിലേക്ക് ഒരു പ്രകടനം ഹംസയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ അട്ടിമറിക്ക് സാധ്യത കുറവാണ്. പക്ഷേ ഇനി നമുക്കറിയില്ല, ഇനി 2-3 ദിവസമുണ്ട്. എന്തൊക്കെ അടിയൊഴുക്കുകളുണ്ട്, അടിയൊഴുക്കല്ല മുകളിൽ നിന്ന് ഒഴുക്കുണ്ടാവുമെന്നാണ് ഹംസ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊന്നാനിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തിൽ ഒരു പക്ഷേ വ്യത്യാസം കുറവുണ്ടായേക്കാം. പക്ഷെ അട്ടിമറിയുടെ സാധ്യത നിലവിൽ വിരളമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനിയുള്ള ദിവസമുണ്ട്, നമ്മൾ മുൻകൂട്ടി കണ്ടൊന്നും പറയുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാം എന്ന് മാത്രമേ നമുക്ക് ഇതിലൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും തീർച്ചയായും നമുക്ക് ഞാൻ അനുമതിയിലേക്ക് വീണ്ടും വരാം. നമുക്ക് അതിനു മുമ്പ് തന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി കാണേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ആവേശം